ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കിംഗ് വിത്ത് കോമഡി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് കേട്ടോ ഞാനിത് വന്നിരിക്കുന്നത്. എന്നിപ്പോൾ പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമായിരിക്കും. കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു കിടിലൻ റിയാലിറ്റി ഷോ നമ്മുടെ ഏഷ്യാനെറ്റിൽ വരാൻ പോവുകയാണ്. ഇത് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. നമ്മുടെ കുടുംബ പ്രേക്ഷകരെ, കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തുന്ന വളരെ തമാശപൂർവ്വം നമുക്ക് കണ്ടിരിക്കാം. വളരെ ചിരിക്കാനും നമ്മുടെ ആയുസ് കൂട്ടാനും, ചിരിച്ചാൽ ആയുസ് കൂടും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ചിരിക്കാനും പിന്നെ നമുക്ക് ടാസ്കുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ടാസ്കുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു കോമഡിയൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സപ്പോർട്ട് ചെയ്ത ബിഗ് ബോസിൽ ഒരുപാട് കണ്ടസ്റ്റൻറ്റും ഫിലിം സ്റ്റാർസും പിന്നെ സീരിയലിലുള്ള സ്റ്റാർസും എല്ലാവരും കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള കിടിലൻ ഷോയാണ് കുക്ക് വിത്ത് കോമഡി. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം എല്ലാവരും അടുത്ത ഷോ എന്നാ വരുന്നത് വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നാൾക്ക് മുമ്പ് ഒരുപാട് ഷോ വരുന്നുണ്ട്. അത് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിടിലൻ ഷോയാണ്. ഏഷ്യാനെറ്റിലുള്ള ഷോസിൽ ഇപ്പോൾ സ്റ്റാർ സിംഗർ ഉണ്ട്, കോമഡി സ്റ്റാർ, അങ്ങനെ കുറേ ഷോയൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലൊരു ഷോ ആയിട്ട് നമ്മൾ ഇനി വരുന്ന, അതായത് കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഷോയെ മാറ്റി നിർത്തേണ്ട കിടിലൻ ഷോയാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മളെ ബിഗ് ബോസ് പ്രേക്ഷകരെ എങ്ങനെ ടി വിയുടെ മുന്നിൽ പിടിച്ചു നിർത്തിയോ അതിനെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള കിടിലൻ ഷോയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. ഷോയെക്കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗുരുമന്ത്രയുടെ ചെറിയൊരു അപ്ഡേറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഗുരുമന്ത്രയെ കുറിച്ചുള്ള അപ്ഡേറ്റ് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ ആദ്യം പറയുന്നത്. നമുക്ക് COD അവൈലബിൾ ആയി ഗൈസ്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് COD ഉണ്ടായില്ല, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നില്ല. ഇപ്പം മുതൽ, അതായത് രണ്ടാമത്തെ ദിവസം മുതൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഓക്കെ ആയത് രണ്ടാമത്തെ ദിവസം മുതലാണ്. അപ്പോൾ അതിനുശേഷം ഓർഡർ ചെയ്ത് എല്ലാവർക്കും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വേണവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. കുറച്ച് പേര്, ഒരു 1500 പേരോളം ഗുരുമന്ത്ര അപ്ഡേറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് അറിയാം. അപ്പോൾ ഗുരുമന്ത്രയുടെ അപ്ഡേറ്റ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഗുരുമന്ത്രയിൽ കൊടുക്കാൻ പോകുന്ന ഓഫേഴ്സ്, നിങ്ങളുടെ പാക്ക്, നിങ്ങൾ ഇന്നലെ രാത്രി വരെ ഓർഡർ ചെയ്തവരുടെ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, പിന്നെ പുതിയ പ്രോഡക്റ്റുകൾ എന്താണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് പഠിക്കാനും ഓർമ്മശക്തിക്കും അതിനായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഡേയിൽ ഓർഡർ ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം പകുതിയും കുറച്ച് പേർക്കൊക്കെ സാധനങ്ങൾ കയ്യിൽ കിട്ടി. എറണാകുളം ഭാഗത്തുള്ളവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ കിട്ടി. ബാക്കിയുള്ള ഭാഗത്തുള്ളവർക്ക് ചങ്ങനാശ്ശേരി, വയനാട് ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഇന്നത് കിട്ടി എന്നൊക്കെ പറയുന്നു. വളരെ സന്തോഷം. കയ്യിൽ കിട്ടിയവർ തന്നെ വീണ്ടും അവരുടെ വീട്ടിലുള്ള മറ്റ് ആൾക്കാർക്കും കൂടി വീണ്ടും ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ഓർഡറൊക്കെ തന്നതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഗുരുമന്ത്രയെ സപ്പോർട്ട് ചെയ്ത്, ഗോൾഡൻ ഡയറിയെ സപ്പോർട്ട് ചെയ്ത്, അതുപോലെ ഗുരുമന്ത്രയെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഗുരുമന്ത്രയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കുക്ക് വിത്ത് കോമഡി എന്താണ് കിടിലൻ പരിപാടി നമ്മുടെ ഏഷ്യാനെറ്റിൽ വരാൻ പോകാന്നേ. ശനി ഞായർ എന്നീ ദിവസങ്ങളിലാണോ വരുന്നത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടോ? അത് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറ്റർഡേ സൺഡേ ആവാനാണ് സാധ്യത. ഇപ്പോഴത്തെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാറ്റർഡേ സൺഡേ വരാനാണ് സാധ്യത കേട്ടോ. കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ഒരു പരിപാടി കേട്ടോ. നമ്മൾ ഭയങ്കര കോമഡി, നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന കുക്ക് വിത്ത് കോമഡി. ഇതിൽ ആരൊക്കെയാന്ന് വെച്ചാൽ കുറേ സിനിമാ താരങ്ങളുണ്ട്, സീരിയൽ താരങ്ങളുണ്ട്, സിനിമ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും കൂടി ചിലവർ കുക്ക് ചെയ്യുന്നു, ചിലവർ കോമഡി പറയുന്നു, പിന്നെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. അങ്ങനെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല, വളരെ കോമഡി ആയിട്ട് വളരെ രസമായിട്ട് പോകുന്ന ഒരു കിടിലൻ പരിപാടിയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരയായ അനുമോള് ഈ ഷോയിലുണ്ട്. കുക്ക് ചെയ്ത് എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ട് ഒരു കുക്കിംഗ്, അനുമോളുടെ കുക്കിംഗ് ഒക്കെ കാണാനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ. ആരും നിരാശപ്പെടേണ്ട. കുക്ക് വിത്ത് കോമഡിയിൽ വീണ്ടും അനുമോള് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അനുമോള് മാത്രമല്ല, നമ്മുടെ സാബുണ്ണനും ഉണ്ട്, നമ്മുടെ സാബുചേട്ടനും ഉണ്ട്. സാബുചേട്ടനും അനുമോളും ഇവരൊക്കെ ഒരു ടീമായിട്ടാണ് കേട്ടോ വരുന്നത്. ആരുടെയൊക്കെ ടീമിലാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. ബിഗ് ബോസിൽ ഒരു ഒട്ടുമിക്ക കണ്ടസ്റ്റൻസ് ഉണ്ട്. ഒട്ടുമിക്ക എന്ന് പറയുന്നത് കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്. അൻസിബ് ഉണ്ട്, സുചിത്രയുണ്ട്, പിന്നെ സാബുചേട്ടനുണ്ട്, അനുമോളുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. നല്ല രസമാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. നമ്മുടെ ബിഗ് ബോസിലെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട്
നടന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ട് എത്തും. അപ്പോൾ മറക്കാതെ പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഹൈപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കണേ. വേറെ ആരൊക്കെയാണ് ഈ ഷോയിലുള്ളതെന്ന് ചോദിച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്നവരുണ്ട്, പിന്നെ ചില കോമഡി ആർട്ടിസ്റ്റുകളില്ലേ അവരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോയിൽ. ഈ ഷോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുക്കിംഗ് പ്ലസ് കോമഡി എന്ന് പറയുന്ന പോലെ ആ യൂണീക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി. കുറച്ച് പേരൊക്കെ അത് അന്യഭാഷയിൽ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മുടെ മലയാളത്തിൽ ആ ഷോ വരാൻ പോവുകയാണ്. നിരവധി ടാസ്കുകൾ ഉണ്ടാവും, ഗെയിമുകൾ ഉണ്ടാവും, തമാശകൾ ഉണ്ടാകും. ഇതെല്ലാം നിറഞ്ഞ് നമ്മളെ ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ TV-യുടെ മുന്നിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു അടിപൊളി ഷോ ആയിട്ടാണ് ഏഷ്യാനെറ്റിന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബിഗ് ബോസ് എപ്പോൾ വരും ചേച്ചി, ബിഗ് ബോസ് ഇത് അടുത്ത മാസം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല ഗൈസ്. വീണ്ടും അവർ നമ്മളെ ചതിച്ചു. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ മണ്ടത്തരം കേട്ടോ. ഈ വെക്കേഷൻ ടൈമിലല്ലേ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത്. കുട്ടികളൊക്കെ ഭയങ്കര അഡിക്റ്റാണ് ബിഗ് ബോസിൻ്റെ. ലാലേട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലോ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഷോയാണെന്ന്. ഈ വെക്കേഷൻ ടൈമിൽ അത് ഷോ വെച്ചാലല്ലേ കുട്ടികൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഓഗസ്റ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. കുട്ടികൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരിക്കും. സ്കൂൾ തുറന്നിട്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിലും നല്ലത് ഈ വെക്കേഷൻ ടൈമിലാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. അവരോട് നിങ്ങൾ കാണിച്ച ചതിയായി പോയിട്ടോ. എന്തായാലും മക്കളെ, കുഞ്ഞുമക്കളൊക്കെ അനിയത്തിമാരും അനിയത്തിക്കുട്ടിമാരും അനിയൻകുട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശയാണ്. ബിഗ് ബോസ് ഇപ്പോഴില്ല, ഒരു ഓഗസ്റ്റ് ഒക്കെ കഴിയും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനും നഷ്ടം തന്നെയാണ് കേട്ടോ. ഇത് അവരുടെ സ്പോൺസറായിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിനൊക്കെ അതൊരു നഷ്ടമാണ്. കാരണം ലൈവൊക്കെ കാണണ്ടേ, ലൈവൊക്കെ കണ്ടാലല്ലേ. ലൈവിൽ എത്ര പേര് കഴിഞ്ഞ സീസൺ 7 എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേരൊക്കെ ആയിരുന്നു ലൈവൊക്കെ കാണുന്നുണ്ടായിരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ. പക്ഷേ വെക്കേഷൻ ടൈമിലായിരുന്നെങ്കിൽ എത്ര പേര് കാണുമായിരുന്നു. കുട്ടികളൊക്കെ സ്ഥിരം ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നാനായിരുന്നു. അവർക്കിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോയി ഷോ വെച്ചാൽ എങ്ങനെ? വെക്കേഷൻ ടൈമിലായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിൽ വെക്കുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ബിഗ് ബോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കാണുമോ? കുട്ടികൾ അവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവുമോ? അത് എക്സാം ടൈമിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തായിരിക്കും നമ്മുടെ അടുത്ത ഷോ വരുന്നത്, ബിഗ് ബോസ് കേട്ടോ. സാരല്ല, കുക്ക് വിത്ത് കോമഡി ഉണ്ട്, കിടിലൻ ഷോയാണ്. തമാശകൾ, ടാസ്കുകൾ, അതുപോലെ അടിപൊളിയായിട്ടുള്ള ഷോയാണ് കുക്ക് വിത്ത് കോമഡി. പക്ഷേ എൻ്റെ തന്നെ ഒരുപാട് ഷോ ഉണ്ടല്ലോ. സ്റ്റാർ സിംഗർ ഉണ്ട്, സ്റ്റാർ കോമഡി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെയല്ല, അതും ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ തന്നെയാണ്. പക്ഷെ അതിലും കുറച്ചുകൂടി എൻ്റെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഷോ. അത് പേര് പോലെ തന്നെ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ഷോ അല്ല കേട്ടോ. വളരെ കോമഡി ആയിട്ടുള്ള ജഡ്ജസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഫിലിം സ്റ്റാർസ് ഒക്കെ ആയിരിക്കും. കുക്ക് ചെയ്യുന്നത് നമ്മുടെ അനുമോളുടെ കുക്കിംഗ് ഉണ്ടാകും. സാബു ചേട്ടനൊക്കെ ഫണ്ണൊക്കെ ആയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി ആയിരിക്കുള്ളൂ. എന്തായാലും ഫൈറ്റ് ഉണ്ടാവാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈറ്റൊക്കെ ഉണ്ടാകും, രസമായിരിക്കും, നമ്മളങ്ങോട്ട് പിടിച്ചിരുത്തും. അപ്പോൾ അതിൻ്റെ ആ ഷോയുടെ റിവ്യൂ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. അത് പിന്നെ പറയണ്ടല്ലോ, ഞാൻ എത്തും. ഫാമിലി ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന ഷോയാണോ അതിൻ്റെ റിവ്യൂ ആയി നമ്മളുണ്ടാവും, ഞാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാൻ പറ്റുന്ന ടൈമിൽ തന്നെ ആയിരിക്കും ഷോ വയ്ക്കുക. അതായത് രാത്രി ഒരുപാടൊന്നും ആയിരിക്കില്ല, 7 മണി 8 മണി ആ ടൈമിലൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് അറിയില്ല എപ്പോഴാണ് ഏഷ്യാനെറ്റ് അതിൻ്റെ ടൈം കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. വീക്കെൻഡ് എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് എത്തുന്നത്. ഡെയിലി ടെലികാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഷെഡ്യൂൾസ് വെച്ച് നോക്കുമ്പോൾ ഡെയിലി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വീക്കെൻഡ് എൻ്റർടൈൻമെൻറ്റ് ഷോ എന്നുള്ള രീതിയിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ആവാനാണ് കേട്ടോ സാധ്യത. എല്ലാ ദിവസവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് അല്ലല്ലോ, അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡെയിലി കൊണ്ടുവരും. നമുക്ക് ഡെയിലി ഇതൊക്കെ കാണാനായിട്ടൊക്കെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഗുരുമന്ത്രയിലെ അപ്ഡേറ്റിലേക്ക് പോകാം കേട്ടോ. ഗുരുമന്ത്ര അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷപൂർവ്വം, വളരെ നന്ദിപൂർവ്വം, മനസ്സിൽ തൊട്ടുകൊണ്ടുള്ളൊരു നന്ദി അറിയിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് കേട്ടോ. ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 1000-1500 പേരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അവരോട് സംസാരിക്കാൻ കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാലോ, ഈ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് പോലും വന്നിട്ടില്ല. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മുടെ ഇതിലേക്ക് വരുന്ന ഓരോരുത്തരെയും എല്ലാവരും എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചും അവരായിട്ട് ചാറ്റ് ചെയ്തൊക്കെ ടൈം പോകുന്നത് കൊണ്ടാണ്, ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വരാതിരുന്നത്. ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം, വീഡിയോയിൽ ഓരോ സ്റ്റോൺസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പോലെ തന്നെ എനിക്കും അത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് ടൈം വെക്കണം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ, ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, അപ്പോൾ സാറ്റർഡേ സൺഡേ അപ്പോൾ എല്ലാവരും ഫ്രീ. അപ്പോൾ സാറ്റർഡേ സൺഡേക്കുള്ളിൽ തന്നെ ഞാൻ എന്തായാലും എല്ലാ വീഡിയോസും, എല്ലാ സ്റ്റോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോൺ. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗുരുമന്ത്രയിലുള്ള ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ അവസാനം വെക്കാട്ടോ, നിങ്ങളതൊന്ന് കണ്ടു നോക്കണേ. സ്റ്റോൺസ് കയ്യിൽ കിട്ടിയവർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി പറഞ്ഞിട്ടുള്ള, പക്ഷേ അത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവില്ല, ഇതിന് എങ്ങനെ എനർജൈസ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ള ഓരോരുത്തരുടെ പേര് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ 2 ആഴ്ചത്തോളം നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നമ്മൾ എനർജൈസ് ചെയ്യും. ഇവിടെ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നവർ, അതായത് ഇതേപോലെയുള്ള സ്റ്റോൺസ് വാങ്ങിയിട്ടുള്ളവർ ജസ്റ്റ് ഉപ്പ് വെള്ളത്തിൽ സ്റ്റോൺസ് കഴുകി നിങ്ങൾക്കത് ചാർജ് ചെയ്യാം. ദാ ഇതേപോലെ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ, കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് കുറച്ച് വെള്ളത്തിലിടുക, അത് കഴുകുക, വൃത്തിയാക്കുക, ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ദാ ഇതേപോലെ സൂര്യപ്രകാശം കൊള്ളിക്കുക, രാവിലത്തെ വെയിൽ കൊള്ളിക്കുക. ഉച്ചക്കത്തെ വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കല്ലേ, രാവിലത്തെ ഇളം വെയിലാണ് കേട്ടോ. ഇതേപോലെ വെയിൽ കൊള്ളിച്ചിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്ഷനാണ്, ഈ ചന്ദനത്തിരിയില്ലേ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇതിങ്ങനെ വെക്കാം. ഇത് എൻ്റെ സ്റ്റോൺസ് ഞാൻ ഇന്ന് രാവിലെ ചെയ്തതിൻ്റെയാണ്. ഞാൻ മാസത്തിൽ 1-2 തവണ ഇതേപോലെ ചെയ്യും. ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയി വരുമ്പോൾ മാത്രമൊക്കെ ഇത് ചെയ്താൽ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി. എപ്പോഴും ഇത് സ്റ്റോൺസ് ആണ്, എപ്പോഴും വെള്ളത്തിലൊന്നും നനയ്ക്കുന്ന വേണ്ടിയിട്ട്. പിന്നെ ചെയ്യേണ്ടത് ദാ ഇതേപോലെ ജനലിൻ്റെ സൈഡിൽ വെക്കുക. ഇതുപോലെ പകലല്ല, രാത്രി ഫുൾ മൂണുള്ള സമയത്ത്, പൂർണ്ണ ചന്ദ്രനുള്ള സമയത്ത് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് പൂർണ്ണചന്ദ്രനെ കാണിക്കുക. അതവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അതിട്ട് എടുത്താൽ മതി. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ദാ ഇത് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. ഇതിൽ വെച്ച് നമുക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാം. ഇത് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റ് ആണ്. പ്ലേറ്റിൽ ഞാൻ വെക്കാറുണ്ട് ഇടയ്ക്ക്. ഈ പ്ലേറ്റ് നിങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി രാത്രി ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ട് പോയാൽ രാവിലെ ആകുമ്പോഴേക്കും മിഡ്നൈറ്റ് ഫുള്ള് ഇന്നത്തെ നിന്ന് ചാർജ് ചെയ്ത് കിട്ടും. ഇത് ബ്രേസ്ലെറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു സെലനൈറ്റ് പ്ലേറ്റ് ആണ്. ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യുക. ഇത് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ, ഈ ഒരു സെലനൈറ്റ് പ്ലേറ്റ്. പിന്നെ ഈ പിരമിഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, മണി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിരമിഡാണ് കേട്ടോ ഇത്. ഇത് റേക്കി എനർജൈസ് ചെയ്തതാണ്. ഞാനിവിടെ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഇതാണ് ഒരു പിരമിഡ്. ഇതൊക്കെ നമ്മുടെ ഇത് ലൈറ്റ് ആണ് കേട്ടോ. ഇത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റ് കത്തും. ലൈറ്റ് കത്തിയിട്ടുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ലൈറ്റ് കത്തിയിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ടേബിളിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രകാശം, ലൈറ്റ് കൂടി കത്തും. ഇതിനകത്തുള്ള 5 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണുള്ളത് കേട്ടോ. സിട്രിൻ ഉണ്ട്, അമത്തിസ്റ്റ് ഉണ്ട്, റോസ് ക്വാർട്സ് ഉണ്ട്. 5 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉള്ള ലൈറ്റാണിത്. ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് മാത്രമല്ല, പല ഷേപ്പിലുള്ള ലൈറ്റുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാറിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റാണ് കേട്ടോ ഇത് നമ്മൾ കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഗണപതിയാണ്. കാറിൽ മാത്രമല്ല, നമ്മുടെ സ്റ്റഡി ടേബിളിലോ ഒക്കെ വെക്കാം. നമുക്ക് നമ്മുടെ ഓഫീസിലോ ഒക്കെ വെക്കാം. അത് കരിങ്ങാലിയുടെയാണ് കേട്ടോ, പ്യുവർ കരിങ്ങാലി. നിങ്ങൾ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യില്ല. അതേപോലെ തന്നെ കരിങ്ങാലി വുഡിൻ്റെ ഗണപതിയാണ് കേട്ടോ, ഗണപതി സ്റ്റാച്ചു. പിന്നെ പൈറൈറ്റിൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇത് പൈറൈറ്റിൻ്റെ ഗണപതി സ്റ്റാച്ചു ആണ്. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഗുരുമന്ത്ര വ്യത്യസ്തമായിട്ട് നിൽക്കുമെന്ന് ചോദിച്ചാൽ, ഗുരുമന്ത്രയിൽ നിന്ന് നിങ്ങൾ എന്ത് ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഗുരുമന്ത്ര ഈ ഒരു ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് തരാണ്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് ആണ്. കരിങ്ങാലി ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഗുരുമന്ത്രയിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് നൽകുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്? നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോൺസ് ചാർജ് ചെയ്ത പോലെയല്ല ഇത് ചാർജ് ചെയ്യേണ്ടത്. ഇത് ചാർജ് ചെയ്യേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ 2 ഡ്രോപ്പ് നെയ്യ് നമ്മുടെ ഉള്ളം കൈയിൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബ്രേസ്ലെറ്റ് വെച്ച് നല്ലോണം ഇങ്ങനെ റബ്ബ് ചെയ്യുക. പിന്നെ ശുദ്ധമായ വെള്ളത്തിൽ നമ്മളത് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് ഇതേപോലെ പാത്രത്തിൽ വെള്ളത്തിലെടുത്ത് കഴുകി വൃത്തിയാക്കി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതാണ് ഈ കരിങ്ങാലി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്തരത്തിലാണ്. കൂടാതെ ഞാനിത് ചെയ്യുന്നത് ഇതുപോലെ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഭസ്മവും കൂടി എടുത്തിട്ട് ഇതേപോലെ ഭസ്മം, ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ചെയ്യാറുണ്ട്. ഭസ്മം എടുത്ത് ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇതിങ്ങനെ ഞാൻ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വിഭൂതി പുകച്ചതാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ചാർജ് ചെയ്ത ശേഷമാണ്
ഞാനിത് ധരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ കരിങ്ങാലിയും ചെയ്യുന്നത്. കരിങ്ങാലിയും രുദ്രാക്ഷവും വാങ്ങിച്ചിട്ടുള്ളവർ ഇതുപോലെ ചെയ്യുക. വാങ്ങിച്ചിട്ടുള്ളവർ കരിങ്ങാലി നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. രുദ്രാക്ഷം വാങ്ങിച്ച കുറച്ച് പേരുണ്ട്. അവരിങ്ങനെയാണ് കേട്ടോ ഇത് ചാർജ് ചെയ്യേണ്ടത്. കുറേ പേര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചാർജ് ചെയ്താൽ മതിയൊന്ന്, ഇങ്ങനെ ചാർജ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡിറ്റേഷൻ ടൈമിൽ റേക്കി ബോക്സിൽ വെച്ചിട്ട് നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് എനർജൈസ് ചെയ്യാം. അത് നിങ്ങൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഗുരുമന്ത്ര നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങൾക്കിത് ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് വരുവാണോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇപ്പോൾ കല്യാണം ആ ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ എന്തൊരു ആവശ്യത്തിനാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്താവശ്യത്തിനാണ് റേക്കി അറിയാമല്ലോ, പോസിറ്റീവായിട്ട് മാത്രമാണ് റേക്കി ചെയ്യുന്നത്. ഒരു മതത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല, ഇത് യൂണിവേഴ്സിൻ്റെ എനർജി കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഇതൊരു മതത്തെയും ഒരു ആചാരങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതല്ല. യൂണിവേഴ്സിൻ്റെ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റോൺസിനും എനർജി കൊടുത്തിട്ട്. ഇത് റേക്കി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല കേട്ടോ. റേക്കി എന്ന് പറയുന്നത് പഠിക്കേണ്ട ആൾക്കാർക്ക് മാത്രമേ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് പഠിച്ച ആൾക്കാർക്ക് കുറച്ച് പേർക്ക് മാത്രമേ അത് എനർജൈസ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുകയുള്ളൂ. പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ റേക്കി പഠിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡിനാണ് റേക്കി എനർജൈസ് ചെയ്തിട്ട് അത് പവർ കൊടുക്കാനുള്ള ഒരു പവർ ഉള്ളത്. അത് ആൾക്കാണ് ഇത് കൊടുത്തിട്ട് പവർ കൊടുക്കാനുള്ള ഒരു പവർ ഉള്ളത്. നമ്മൾ പഠിച്ചു എന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും അത് പവർ കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് അത് ഉള്ളത് കൊണ്ട്, അധീക്ഷ കിട്ടി അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആളത് പവർ കൊടുത്ത് അത് ചെയ്യുന്നത്. റേക്കി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരാൾ നശിക്കാൻ വേണ്ടിയിട്ടോ മറ്റൊരാൾ ഇതാവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ നല്ലതിന് വേണ്ടി മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ജോലിയോ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ, കല്യാണമോ, നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കണം, നമുക്ക് ഓർമ്മശക്തി, നമുക്ക് ധൈര്യം വേണം, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സ്റ്റോൺസിലെല്ലാം റേക്കി എനർജൈസ് ചെയ്യുന്നത്. റേക്കി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മുടെ ഈ സ്റ്റോൺസിലേക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഉണ്ടാകും. പിന്നെ നമ്മൾ ഇത്രയും ബ്രേസ്ലെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, ഇത് കൂടാതെ ഇതേപോലെയുള്ള ബോട്ടിൽസ് ഉണ്ട്. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ബോട്ടിലാണ്. ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഇതേപോലെ, ഇത് അമത്തിസ്റ്റ് സ്റ്റോൺ ആണ് കേട്ടോ. ഇത് സ്ട്രെസ് കുറയ്ക്കാനും ബോട്ടിലാണ്. ഇതിനകത്ത് കിടന്ന് ഈ വെള്ളം നമുക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ഒരു എനർജി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് എൻ്റെ ബോട്ടിലാണ്. ഞാൻ ഇതിനകത്താണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. എപ്പോഴും കുടിക്കാറുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടത് ഗ്ലാസ് ബോട്ടിലാണ്, ഗ്ലാസ്സാണ്. ഇതിനകത്താണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ഈ പോസിറ്റീവ് ചിന്തകൾ വരും, നമുക്ക് കൂടുതൽ ഐഡിയാസ് വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഐഡിയാസ് നമുക്ക് എപ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഞാൻ ഇതിനകത്താണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. ഇത് അമത്തി സ്റ്റോൺ ആണ്. ഇത് മാത്രമല്ല എല്ലാ സ്റ്റോൺസിൻ്റെയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. റോസ്പോസിൻ്റെ ഉണ്ട്, ഗ്രീൻ അവഞ്ചറിൻ്റെ ഉണ്ട്, പിന്നെ സെലനൈറ്റിൻ്റെ ഉണ്ട്, സിട്രിൻ്റെ ഉണ്ട്. എല്ലാ സ്റ്റോൺസിൻ്റെയും ബോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഉള്ളിലായിട്ടാണ് ബോട്ടിൽ വെച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഗുരുമന്ത്രയിൽ ഓർഡർ ചെയ്യുക. നമ്മുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ചെയ്യും? ഞാനീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്താൽ മതി. അതാണെന്നുണ്ടെങ്കിൽ ഗുരുമന്ത്ര നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അതിന് മുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റേക്കി ബോക്സിൽ വെച്ചിട്ട് നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് നമ്മൾ പ്രെയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് മാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസം നമുക്ക് ചെയ്യാം കേട്ടോ. അതായത് ഈ സ്റ്റോൺസ് നമുക്ക് ചാർജ് ചെയ്യണമെന്നെങ്കിലുണ്ടല്ലോ, നമുക്ക് മന്ത്ലി ഞങ്ങളും ചാർജ് ചെയ്ത് തരാം. നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മൾ ചെയ്തു തരണം, ഗുരുമന്ത്ര ചെയ്തു തരണം തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ചാർജ് ചെയ്ത് തരാം കേട്ടോ. അതിനൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഇനി ഈ വീഡിയോയിൽ ഞാൻ എല്ലാ സ്റ്റോൺസിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഗുരുമന്ത്ര വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് മുഴുവനും കാണാം. നമ്മുടെ കയ്യിലുള്ള ഓരോ സ്റ്റോൺസിൻ്റെയും ഇപ്പോൾ കൂടുതലായിട്ട് ഓർഡർ വന്നിട്ടുള്ള എല്ലാ സ്റ്റോൺസിനെയും കുറിച്ച് വീഡിയോ പറയുന്നുണ്ട്. ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡിലേ വരും. ഞാൻ ചെയ്യും, നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ വീഡിയോയിൽ യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 1500 പേരോളം നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ പേഴ്സണലി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരോട് ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാനാണ് സംസാരിക്കാനായിട്ട് എത്തുന്നതെന്ന് എനിക്കറിയാം.
എല്ലാവരോടും സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതിയെടുക്കുന്നത്. ചുമ്മാ ഓർഡർ വന്നു ശരി എന്ന് വെച്ചാൽ പ്ലേസ് ചെയ്തിട്ട് വിടണമല്ല. അവരെ പേഴ്സണലി എന്നോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഞാൻ മെസ്സേജ് അവരുടെ കാര്യങ്ങൾ കണ്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് രാത്രി ഞാൻ വൈകുന്നേരം ഞാൻ ഇത് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവരായിട്ട് കണക്ട് ചെയ്ത് അവരുടെ റീസൺ ഓരോന്ന് ചോദിച്ച് എഴുതിയെടുത്ത് അത് നമ്മൾ സ്റ്റോൺസിൽ നിങ്ങളുടെ ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്ത് അതിൽ പിൻ ചെയ്ത് വെക്കും. കാരണം ഓരോരുത്തരുടെ പേരും ആവശ്യവും പറഞ്ഞിട്ട് ഇൻഡിവിജ്വലി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെളുപ്പിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ഡിലേ വരുന്നത്. നിങ്ങളുടെ ഒരുപാട് എൻക്വയറീസ് എനിക്ക് ഇതിൽ വന്ന് കിടക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. റിപ്ലൈ കൊടുക്കാനുള്ളവരൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും. ഇന്നലെ വരെ ഉള്ളവർക്ക് ഇന്നലെ ഉച്ച വരെ ഞാനായിട്ട് കണക്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം എനർജൈസ് ചെയ്തിട്ട് ഇന്ന് ഉച്ചക്കത്തെ കൊറിയറിൽ പോകും. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് ഈ സംഭവങ്ങൾ എത്തും കേട്ടോ. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കണക്ട് ചെയ്തവരുടെ മാത്രമേ ഇനി പോകാനുള്ളൂ. അത് നമ്മൾ നാളെ രാവിലെ തന്നെ അത് പാക്ക് ചെയ്ത് അയക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തും. കണ്ണുദോഷവും ദൃഷ്ടിദോഷവും ഒക്കെ വരാതിരിക്കാനും നമുക്ക് ഓഫീസിലൊക്കെ ആണെങ്കിലും കണ്ണുദോഷവും ദൃഷ്ടിദോഷവും ഒക്കെ വരാതിരിക്കാനും ഇതിലുള്ള സിമ്പിൾസ് ഉണ്ട്. റേക്കി സിമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ റേക്കി സിമ്പിൾസ് ആണ്. പിന്നെ നമ്പറുണ്ട്. ഇത് മണി അട്രാക്ഷൻ നമ്പറാണ്. മണി അട്രാക്ഷൻ ബിസിനസ് നമ്പറാണെങ്കിലും ഓഫീസ് നമ്പറൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മതി. നമുക്ക് മണിയൊക്കെ അട്രാക്ട് ചെയ്ത് വരാനായിട്ട് പോസ്റ്റ് എനർജി ഇതിലുള്ള സ്റ്റോൺസ് ഉള്ളത് നമ്മുടെ ഈ കീഴിലുള്ള സ്റ്റോൺസ് ആണ്. ഈ സ്റ്റോൺസ് തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ സ്റ്റോൺസ് ആണ്. ഇത് ലാപ്പീസിന്റെ ആണത്. ഈ ലാപ്പീസ് സ്റ്റോൺ ആണ്. ഇത് നമ്മുടെ ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൈറൈറ്റിൻ്റെ ഉണ്ട്. ഇതും പൈറൈറ്റിൻ്റെ ആണ്. പൈറൈറ്റ് സ്റ്റോൺ. ഇതിനകത്തും റേക്കി സിമ്പിൾസ് മണി അട്രാക്ഷൻ നമ്പറാണത്. കുറേ പേർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ബ്രേസ്ലെറ്റുകൾ ഇട്ടിട്ട് നടക്കാനായിട്ട് ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് റിങ് ഉണ്ട് കേട്ടോ. മോതിരങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോതിരം റോഡ്സ് കോട്സിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഈ ബ്രേസ്ലെറ്റ് ധരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിങ് ഉണ്ട് കേട്ടോ. റോഡ്സ് കോട്സിൻ്റെ അതേ റിങ് ആണ്, മോതിരമാണ്. എൻ്റെ കയ്യിൽ കിടന്ന ഹൗലൈറ്റിൻ്റെ റിങ് ആണ്. അതുപോലെ ബ്ലാക്ക് ഓണിക്സ്. അതേപോലെ തന്നെ ഇത് റോഡ്സ് കോട്സ് ആണ്. ഇത് ലാപ്പീസ് ആണ്. ലാപ്പീസ് ലസൂലി എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ്. ഗ്രീൻ അവഞ്ചറിന്റെ ബ്രേസ്ലെറ്റ് ധരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതാ റിങ് ഉണ്ട്. റിങ് ആണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ റിങ് നമ്മുടെ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് സ്റ്റോൺസിൻ്റെയാണ് ഉള്ളത്. ഈ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ബ്ലൂ കണ്ടില്ലേ, ലാപ്പീസിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതിൻ്റെ തന്നെ റിങ് വേണ്ടവർക്ക് റിങ് ഉണ്ട്. ബ്രേസ്ലെറ്റ് ഇടാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് റിങ്. ഇത് ഹൗലൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതിൻ്റെ റിങ് വേണ്ടവർക്ക് റിങ് ഉണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു റിങ്ങാണ്. നമ്മൾ ചെറുതിടുന്നതിനേക്കാളും നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഈ സ്റ്റോൺസ് നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്ത് നിൽക്കണം. എന്നാലാണ് നമ്മുടെ പവറും ഈ സ്റ്റോൺസിൻ്റെ പവറും പിന്നെ റേക്കിയുടെ പവറും കൂടി വന്നിട്ട് എനർജൈസ് ചെയ്യുന്നതിൻ്റെ പവറും കൂടി ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇതെല്ലാം നമ്മുടെ വിശ്വാസമാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കഴിവാണ്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കഴിവുണ്ട്. അത് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺസ് കൊണ്ടും ഇത് എനർജൈസ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു തീരുമാനം എടുക്കണം. നമുക്കത് ചിലപ്പോൾ എടുത്ത തീരുമാനം ശരിയാകാം, തെറ്റാവാം. നമ്മളൊരു തീരുമാനം എടുക്കുന്നത് അത് ശരിയാണെന്ന് 100% നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ കൊണ്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അതെല്ലാം ശരിയാണ് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മളത് തീരുമാനം എടുക്കുന്നത്. പക്ഷെ പിന്നീടാണ് അതിൽ എന്തെങ്കിലും അബദ്ധം പറ്റി കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നഷ്ടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴേക്കും അറിയണേ നമ്മളെടുത്ത തീരുമാനം ശരിയല്ലല്ലോ, നമ്മൾ റോങ് ഡിസിഷൻ ആയി പോയല്ലോ നമ്മൾ എടുത്തത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ആ സമയത്താണ് വരുന്നത്. അപ്പോൾ വന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം കാര്യം കഴിഞ്ഞു. പിന്നീട് അതങ്ങനെ അല്ലായിരുന്നു പിന്നെ തോന്നിയിട്ട് കാര്യമില്ല. നമുക്ക് തോന്നേണ്ട സമയത്ത് തോന്നണം അല്ലേ. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക, നമ്മൾ ചെയ്യുന്നതും പറയുന്നതെല്ലാം ശരിയാണ് എന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നീടാണ് നമുക്കൊരു തോന്നൽ വരിക, തെറ്റായിരുന്നു നമ്മുടെ തോന്നലെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ സ്റ്റോൺസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിലുള്ള സൊല്യൂഷന് യൂണിവേഴ്സിൽ തന്നെ ഉണ്ട്.
അത് നമ്മൾ കറക്റ്റായ വഴിയിലൂടെ പോയി കറക്റ്റായിട്ട് അതിലേക്ക് എത്തുവാണെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷനാണ്. അത് കറക്റ്റായി തീരുമാനം എടുക്കേണ്ടതും കറക്റ്റായി വർക്ക് ചെയ്യേണ്ടതും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും കറക്റ്റായി ആ ഒരു വഴിയിലൂടെ പോകേണ്ടത് നമ്മളാണ്. നമ്മൾ ഏത് വഴിയിലൂടെ പോകണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നുള്ളൊരു രീതിയിലാണ്, എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ പോകുന്നത്. തെറ്റാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് അറിയാം അത് തെറ്റാണെന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു വലതുവശത്തേക്ക് പോയാൽ നമ്മൾ ശരിയായ പാതയിലൂടെയും ഇടതുവശത്തോടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തെറ്റായ ഒരു പാതയിലാണ് പോകണമെന്ന് കരുതിക്കും. പക്ഷെ നമ്മൾ കരുതുന്നത് ഇടതുവശത്ത് പോയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലൂടെ പോകുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ലെഫ്റ്റിലൂടെ പോകുന്നു. പക്ഷെ കറക്റ്റ് അവിടെ റൈറ്റ് ആണ്. യൂണിവേഴ്സിന് അറിയാലോ ഏതാണ് കറക്റ്റ് ശരി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പവർ ഉണ്ടല്ലോ, നമ്മളെ തെറ്റായ തീരുമാനമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്യും ഈ സ്റ്റോൺസ്. നമ്മളെ ശരിയായ രീതിയിൽ തീരുമാനം എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആരോ തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളും ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ എനർജൈസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് മണി മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രേസ്ലെറ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ പണം വരും എന്നുള്ളൊരു വിശ്വാസം. തീർച്ചയായിട്ടും അതെ, പണം വരും. ഇതിനകത്ത് മണി അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റോൺസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ പണം വരും. പക്ഷേ ഈ പണം വരാൻ വേണ്ടിയിട്ട് ആര് ഹാർഡ് വർക്ക് ചെയ്യണം? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വർക്ക് ചെയ്യണം. നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കണം. നിങ്ങൾ അതിനകത്തുള്ള ഈ സ്റ്റോൺ കണ്ടോ, ടൈഗ്രൈൻ. ഈ സ്റ്റോൺസ് നമ്മളെ കറക്റ്റായിട്ടുള്ള തീരുമാനം, ആരും പേടിക്കാതെ, ഒന്നിനെ ടെൻഷൻ അടിക്കാതെ, കൂളായിട്ട് നമുക്കത് പറ്റും. ആത്മവിശ്വാസത്തോടു കൂടി ഒരു തീരുമാനം എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പവർ നമുക്ക് കിട്ടും. ആ പവർ ആരാ വർക്ക് ചെയ്യുന്നത്? നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്ത അതിൻ്റെ റിസൾട്ട് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സഹായിക്കുന്നത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എനർജി വേണ്ടേ? ആ എനർജിയാണ് നമ്മൾ എനർജൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റോൺസിലുള്ളത്. ഓൾറെഡി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ എല്ലാ നാച്ചുറൽ സ്റ്റോൺസിനും ഒരു പവർ ഉണ്ട്. എല്ലാ നാച്ചുറൽ സ്റ്റോൺസിനും പവർ ഉണ്ട്. ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ സ്റ്റോൺസിന് പവർ ഉണ്ട്. ഈ ഒറിജിനൽ സ്റ്റോൺസിൽ പവർ ഉള്ളത് യൂണിവേഴ്സിൻ്റെ പവറും കൂടി ഈ സ്റ്റോൺസിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് തരുന്നത്. മനുഷ്യന്മാർക്കൊരു പവർ ഉണ്ട്. ആ പവറും ഈ സ്റ്റോൺസിൻ്റെ പവറും എനർജൈസിങ്ങിൻ്റെ പവറും കൂടി ചെയ്ത് നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകും. നെഗറ്റീവ് എന്ന് പറഞ്ഞ ചിന്ത നമുക്ക് ഉണ്ടാവില്ല. പേടി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടാവില്ല. ദൃഷ്ടിദോഷങ്ങൾ വന്നോ, നമുക്ക് ചുറ്റും ഒരു ഓറയുണ്ട്. എല്ലാവർക്കും അറിയാലോ, നമുക്ക് ചുറ്റും ഒരു ഓറയുണ്ട്. അത് നമുക്ക് ദൈവങ്ങളുടെ നമ്മൾ ഏത് മതത്തിലാണെങ്കിലും ദൈവങ്ങളുടെ ചുറ്റും നല്ല പ്യൂർ വൈറ്റ് ഗോൾഡ് ഷെയ്ഡിലായിരിക്കും നമ്മൾ ഇതിൽ കാണുന്നത്. അത് റിയൽ ആയിട്ടുള്ള. അതുപോലെ തന്നെ നമുക്കും ഒരു ഓറയുണ്ട്. നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴോ മറ്റേന്തെങ്കിലും പോകുമ്പോൾ ആ നെഗറ്റീവ്സ് എന്തെങ്കിലും കണ്ണുദോഷങ്ങളോ ദൃഷ്ടിദോഷങ്ങളോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നൂല. നമുക്ക് എപ്പോഴും ഇങ്ങനെ മടി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തീരുമാനം തെറ്റായി പോകും. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓറയുള്ള നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ ഓറ ക്ലീൻ ആയിട്ട് വെക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് മറ്റെന്ത് ദൃഷ്ടിദോഷങ്ങളോ മറ്റെന്ത് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കാൻ പറ്റും. പഠിച്ച കാര്യങ്ങൾ തലയിൽ കയറും. തലയിലുള്ള കാര്യം എഴുതണ്ടേ, എക്സാമിന് എഴുതിയാലല്ലേ മാർക്ക് കിട്ടുള്ളൂ. എല്ലാം പഠിച്ചു പോയിട്ട് വീട്ടിൽ അത് എഴുതിയില്ല, അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല എന്നൊക്കെ തോന്നുന്നത് അതെല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് എക്സാമിന് എഴുതാനും അത് ഓർമ്മയിൽ നിൽക്കാനും അത് എഴുതാനൊക്കെയുള്ള ഒരു എനർജി വേണ്ടേ, അതൊക്കെ മനസ്സിലൊരു ധൈര്യം വേണ്ടേ, അതൊക്കെ എനർജൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. അത് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ആ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പേരും ആവശ്യം പറഞ്ഞിട്ട് എനർജൈസ് ചെയ്ത് ബ്രേസ്ലെറ്റുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇനി ഇത് മറ്റൊരാൾക്ക് ധരിക്കാൻ കൊടുക്കണ്ട. മറ്റാൾ കൊടുക്കണ്ടെന്നല്ല, കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതുപോലെ തന്നെ വേറെ ഒരു നോക്കട്ടെ, ചിലവരുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ട് നമ്മളിതിങ്ങനെ പറയുമല്ലോ, ഇത് എനർജൈസ് ചെയ്ത ബ്രേസ്ലെറ്റ് ആണെന്ന് ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കണ്ട. നിങ്ങളുടെ വീട്ടിലുള്ളവർ ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ പുറത്തൊരാൾക്ക് ഇത് തൊടാനോ ഒന്നും കൊടുക്കണ്ട. വേറെ ഒന്നും ഉണ്ടല്ല. അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ നമ്മൾ നമ്മുടെ ഈ സ്റ്റോൺസിൽ വാങ്ങിച്ചു കൊടുക്കുന്നേ? അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും തൊടണമെന്നൊന്നും കണ്ടാൽ മതി, തൊടണ്ട കേട്ടോ ആരും. അങ്ങനെ ചിലപ്പോൾ പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാണ് തൊടണ്ടെന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് അങ്ങനെയാണ് കേട്ടോ. അതൊന്ന് തൊടിയിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. തൊട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്ന് ഇത് ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. പക്ഷെ അങ്ങനെയാണ്. തൊട്ടെന്ന് വെച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത് നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്തിരിക്കുന്നതല്ലേ. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറയാം. ഇതെനിക്കറിയാം, ഞാൻ മിക്സ് ചെയ്തിട്ടാണ് പലതും പറഞ്ഞു പോയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടാട്ടോ. ഇപ്പോൾ ഞാനത്
പറഞ്ഞു പോവുകയാണ്. കുറേ പേരോട് ചോദിക്കുന്നതുകൊണ്ടും വീഡിയോയിൽ അങ്ങനെ പറഞ്ഞില്ല, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുമോ, കുറച്ചുകൂടി കൂടുതൽ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഗുരുമന്ത്രയിൽ വന്നിരിക്കുന്നവരോട് ഒരു 1500 പേരോളം ഗുരുമന്ത്രയിൽ വന്നിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ധരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും, അതായത് ശ്രദ്ധ വർദ്ധിക്കും. പഠിക്കുന്ന സമയത്ത് നമുക്ക് പല പല ശ്രദ്ധകളായിരിക്കും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധ വേറെ ഇതിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാതെ ശ്രദ്ധ ഇതിലേക്ക് തന്നെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ പഠിക്കുന്ന കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു പവറുള്ള ബ്രേസ്ലെറ്റാണ് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. ഇത് എക്സാം ടൈമിലോ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് എന്താണ് ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ള ബ്രേസ്ലെറ്റ് ഇപ്പം നമ്മൾ എനർജൈസ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മറ്റൊരാളുടെ പേരിൽ എനർജൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. ഇപ്പം എൻ്റെ ഫ്രീ ആയിട്ട് ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ബ്രേസ്ലെറ്റ് ഞാൻ കാണിച്ചു തരാത്തത്. ഞാനിവിടെ ഒരു ഫോട്ടോ വെക്കാം എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റിൻ്റെ. ഇതിപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ കൊടുത്തു, ഓരോരുത്തരുടെ പേരിൽ എനർജൈസ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചു. അതായത് നമ്മളിത് കാണിക്കുന്നത് ശരിയല്ലല്ലോ, അവർക്ക് വേണ്ടി ചെയ്തതല്ലേ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതല്ലേ. പിന്നെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെഴുതണം. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് ഓർമ്മയിൽ വരണമല്ലോ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഈ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് കുട്ടികൾക്ക്. പിന്നെ എപ്പോഴും കുട്ടികൾക്കുള്ളൊരു കാര്യമാണ് മാനസിക സമ്മർദ്ദം. അതായത് എക്സാം ടൈം ആകുമ്പോൾ ടെൻഷൻ. എന്തിനാ മക്കളെ ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ ഒന്നും എഴുതാൻ പറ്റില്ല. നിങ്ങൾ രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിൽ എഴുതണ്ടേ, എഴുതി മാർക്ക് കിട്ടാൻ വേണ്ടി. കാര്യം ശരിയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ലൈഫിൽ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാം പേപ്പറിൽ എഴുതണ്ടേ മക്കളെ. അപ്പോൾ അതിന് നമുക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് ടെൻഷൻ എന്തിനാ? ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു. അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് കൂളായിട്ട് പോയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഈ ബ്രേസ്ലെറ്റിലുള്ള മറ്റൊരു ഗുണം കേട്ടോ, പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു കഴിവും കൂടി അവരിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് തന്നെ ഒരു പവർ കിട്ടും, എനർജി കിട്ടും. അത് നമുക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനായിട്ടുള്ള ഒരു കഴിവും കൂടി ഈ ബ്രേസ്ലെറ്റ് ധരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. പഠന കാര്യത്തിൽ ഒരു പോസിറ്റീവ് മൈൻഡ്. ചിലവർക്കൊക്കെ പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ് വരുന്നത്. പക്ഷേ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ പഠിക്കാനായിട്ടുള്ളൊരു ആഗ്രഹവും പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് കുട്ടികളിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് എനർജൈസ് ചെയ്തിട്ടുള്ള ഈ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റുകൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഈ പറയുന്ന ഇത്രയും കഴിവുകൾ കിട്ടും. അല്ലെങ്കിൽ അവർക്ക് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ശ്രദ്ധ, ടെൻഷൻ ഇല്ലായ്മ, ഇതൊക്കെ മാറ്റാനായിട്ട് ഈ ബ്രേസ്ലെറ്റ് ധരിക്കുന്ന ഈ സ്റ്റോൺസ് ഈ കുട്ടികളുടെ ഹെൽപ്പ് ചെയ്യും. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് കുട്ടികളെ ശ്രദ്ധ കൂട്ടാനും അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും അവരെ ആത്മവിശ്വാസം അവരിലേക്ക് നൽകുന്ന ഒരു ബ്രേസ്ലെറ്റാണ് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. പക്ഷേ വിജയം നേടുന്നതിന് നിങ്ങളുടെ പ്രയത്നം തന്നെ വേണം. നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിട്ട് മാത്രം ഈ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റിനെ കൂട്ടിയാൽ മതി. നമുക്ക് കോൺസെൻട്രേഷൻ, നമുക്ക് എക്സാം പഠിച്ച കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എഴുതാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ ഓർത്തെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതാനും. ടെൻഷൻ ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് ഓർമ്മ വരും. ഓർമ്മ ഉണ്ടെങ്കിൽ എന്താ പഠിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ, അതെല്ലാം നമുക്ക് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റോൺസും കണക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. ഇപ്പോൾ എക്സാം ടൈമൊക്കെയാണ്, എക്സാം ഇപ്പോൾ ഏകദേശം കഴിയാറായെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് കുട്ടികൾ നമ്മളിൽ നിന്ന് ഗുരുമന്ത്രയിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പേരിൽ എനർജൈസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെത്താൻ പോകുന്ന ബ്രേസ്ലെറ്റൊക്കെ ധരിച്ച് എൻ്റെ അനിയത്തിമാരും അനിയന്മാരും നല്ല രീതിയിൽ പഠിക്കുക. SSLC +2 എക്സാംസൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്കൊക്കെ മേടിക്കുക. ഈ ബ്രേസ്ലെറ്റ് ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല, ഡിസ്റ്റിങ്ഷനോ റാങ്കോ ഒന്നും കിട്ടില്ല. നിങ്ങൾ പഠിക്കണം. ബ്രേസ്ലെറ്റ് ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് ഈ ബ്രേസ്ലെറ്റിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇതൊക്കെയാണ് ഈ ബ്രേസ്ലെറ്റിന്റെ ഗുണങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗുരുമന്ത്രയിൽ ഓർഡർ ചെയ്യുക. ഗുരുമന്ത്രയിൽ നിന്നോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിന്റെ കൂടെയും കരിങ്ങാലി, ഒറിജിനൽ വുഡ് കരിങ്ങാലി ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗുരുമന്ത്ര നൽകാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അതായത് ഈ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ഫസ്റ്റ് ഡേ പോയവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം എടുത്തു. നെക്സ്റ്റ് ഡേ മുതലാണ്, രണ്ടാമത്തെ ദിവസം മുതലാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയത്. അപ്പോൾ ഇനി മുതലുള്ള എല്ലാ ഓർഡറിനും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ സൗകര്യം അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഓർഡർ ചെയ്ത എല്ലാവർക്കും, ഇന്നലെ വരെ ഓർഡർ ചെയ്ത എല്ലാവരുടെയും പ്രോഡക്റ്റുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഉച്ച വരെയുള്ളത് ഷിപ്പിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഓർഡർ തന്നിരിക്കുന്നവരുടെ ഇത് നാളെ
ഷിപ്പിംഗ് ആവും കേട്ടോ, ഡിസ്പാച്ച് ആവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം, ഞാനൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും